Good morning aspirants. ഇന്നത്തെ ടോപ്പിക് ഇസ്രോ, അതായത് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ അറിയാം. അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ബാംഗ്ലൂരാണ്. ഫൗണ്ടർ വിക്രം സാരാഭായ്, ചെയർമാൻ കെ ശിവൻ സർ. ഇങ്ങനെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്കറിയാം. പക്ഷെ കുറച്ചും കൂടെ എക്സ്പ്ലെയിൻഡ് ഇൻഫോർമേഷനാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. സോ നമുക്ക് തുടങ്ങാം. ഇസ്രോ കംസ് അണ്ടർ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്പേസ്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്പേസിലാണ് ഇസ്രോ വരുന്നത്. അതിൻ്റെ ചെയർമാൻ, ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്പേസ് എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്ററിൻ്റെ ഒരു ഹെഡിലാണ് ഇത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്പേസ് ഉള്ളത്. സോ പ്രസൻറ്റ് ചെയർമാൻ എന്ന് പറഞ്ഞാൽ കെ ശിവൻ. അതിന് മുന്നേ കിരൺ കുമാർ ആയിരുന്നു. അതിന് മുന്നേ മയിൽസ്വാമി അണ്ണാദുരൈ ആയിരുന്നു. ആൻഡ് ചെയർമാൻ, ഈ പ്രൈം മിനിസ്റ്റർ ചെയർമാനായിട്ടുള്ള ഫീൽഡ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ്, അപ്പോയിൻമെൻറ്റ്സ് കമ്മിറ്റി ഓഫ് ദ ക്യാബിനറ്റ്. Second, Ministry of Personal Public Grievance and Pension. National Institute of Transforming India, അതായത് നിതി ആയോഗ്. അതിന് മുന്നേ അത് പ്ലാനിംഗ് കമ്മീഷൻ എന്നായിരുന്നു അതിൻ്റെ പേര്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ആറ്റോമിക് എനർജി, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്പേസ്, ന്യൂക്ലിയർ കമാൻഡ് അതോറിറ്റി. സോ ഇത്രയും ഡിപ്പാർട്ട്മെൻറ്റിലാണ് പ്രൈം മിനിസ്റ്റർ ചെയർമാനായിട്ടുള്ളത്. And Indian space program began in 1962 by the setting up of INCOSPER. INCOSPER in the full form, Indian National Committee for Space Research. ISRO was set up in 1969 with its headquarters at Bangalore. Space Commission was set up in 1972. First rocket launching in Tumba Equatorial Rocket Launching Center or Station. Tumba evidana near Trivandrum in Kerala. Tumba started the year 1963. Sriharikota Range, SHAR, is a satellite launching station set up in Sriharikota in Andhra Pradesh. അതിൻ്റെ പേരാണ് സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ എന്ന് റീനെയിം ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഇന്ത്യൻ സാറ്റലൈറ്റ് ആര്യഭട്ട. ഇറ്റ് ലോഞ്ച്ഡ് ഓൺ ഏപ്രിൽ 1975 ഫ്രം ബൈക്കനൂർ നിയർ കജകസ്ഥാൻ. ഇതെവിടെയാണ്? സോവിയറ്റ് യൂണിയനിലാണ്, അതായത് റഷ്യ. Second satellite Bhaskara 1. It launched on June 7, 1979 from Baikonur, formerly known as Leninsk. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ ഓപ്ഷൻ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ ഓപ്ഷനിൽ ബൈക്കനൂർ ഇല്ലാണ്ട് ലെനിൻസ്ക് എന്നൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ രണ്ട് നെയിംസ് നമ്മൾ നോക്കി വെച്ചിരിക്കണം. ഫസ്റ്റ്, ഇന്ത്യൻ റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റ് IRS. It started on March 17, 1988. അത് ലോഞ്ച് ചെയ്ത ഡേറ്റ് ആണ്. ഫസ്റ്റ് ഇന്ത്യൻ കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ബൈ ആപ്പിൾ ലോഞ്ച്ഡ് ഓൺ 19th June 1981 ഫ്രം കൊറു. ഇറ്റ്സ് എ ടൗൺ ഓഫ് ഫ്രഞ്ച് ഗുയാന, സൗത്ത് അമേരിക്ക. ഫസ്റ്റ് ഇന്ത്യൻ സാറ്റലൈറ്റ് പ്ലേസ്ഡ് ഇൻ ജിയോ സ്റ്റേഷനറി ഓർബിറ്റ്. അത് ഈ സാറ്റലൈറ്റ് ആയിരുന്നു. ആൻഡ് ലോഞ്ച് വെഹിക്കിൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ലോഞ്ച് വെഹിക്കിൾസ് ഉണ്ട്, അത് നമുക്ക് നോക്കാം. Launch vehicles are used to transport and put satellites into space. ട്രാൻസ്പോർട്ട് ചെയ്യാനും സ്പേസിൽ സാറ്റലൈറ്റ് കൊണ്ട് വെക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ലോഞ്ച് വെഹിക്കിൾസ് യൂസ് ചെയ്യുന്നത്. സോ ദർ ആർ 4 ടൈപ്സ്: SLV, ASLV, PSLV, GSLV. സോ SLVയുടെ ഫുൾ ഫോം എന്താണ്? 1 by 1 നമ്മൾ ഡീറ്റെയിൽ ആയി നോക്കുന്നുണ്ട്. അതിൻ്റെ ഫുൾ ഫോം ഫസ്റ്റ് നോക്കാം. SLV ഈസ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. ASLV ഓഗ്മെൻറ്റഡ് Satellite Launch Vehicle. PSLV Polar Satellite Launch Vehicle. GSLV Geosynchronous SLV Geosynchronous Launch Vehicle. So first SLV നോക്കാം, അതായത് Satellite Launch Vehicle. India's first experimental launch vehicle ആണ് SLV. There are 4 stages. All are solid. അതിൻ്റെ weight വന്നിട്ട് 17 tons. Its height is 22 meter. Capable of വെയിറ്റിനാണ് നമ്മൾ പേലോഡ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് 40 kilogram. ഇതിൻ്റെ ഡെസ്റ്റിനേഷൻ എന്താണ്? ലോ എർത്ത് ഓർബിറ്റിലാണ് ഈ SLV കൊണ്ട് ലോഞ്ച് ചെയ്യുന്നത്. സോ നമുക്കൊരു ഡൗട്ട് ഉണ്ടാകും, എന്തുകൊണ്ടാണ് ശ്രീഹരിക്കോട്ട നമ്മൾ സെൻറ്ററായിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്നത്? ഓക്കെ, അതെന്തുകൊണ്ടാണ് നമ്മൾ ബിക്കോസ് ഇറ്റ് ഈസ് നിയർ ടു ഇക്വേറ്റർ. അതുകൊണ്ടാണ് നമ്മൾ ശ്രീഹരിക്കോട്ട സ്പേസ് സെൻറ്ററായിട്ട് ചൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ പിക്ചറിൽ ഹൈ എർത്ത് ഓർബിറ്റ് ഏതാണ്? ലോ എർത്ത് ഓർബിറ്റ് എവിടെയാണ്? ദിസ് എർത്ത്. ഓക്കെ,
നമ്മൾ ലോഞ്ച് ചെയ്ത വെഹിക്കിൾ സാറ്റലൈറ്റ്. അപ്പോൾ ഈ ഏരിയ ആണ് നമ്മൾ ഹൈ എർത്ത് ഓർബിറ്റ് ആയിട്ടുള്ളത്. ഈ ഏരിയ ലോ എർത്ത് ഓർബിറ്റ്. എർത്തിൻ്റെ തൊട്ടടുത്തുള്ളതാണ് ലോ എർത്ത് ഓർബിറ്റ്. അതിൻ്റെ തൊട്ടടുത്തുള്ളത് മീഡിയം എർത്ത് ഓർബിറ്റ്. അതിന് കുറച്ച് ദൂരെയുള്ളതാണ് ഹൈ എർത്ത് ഓർബിറ്റ്. പിന്നെ കുറച്ചും കൂടെ വാസ്റ്റ്, അതായത് മീഡിയം എർത്ത് ഓർബിറ്റിൻ്റെ ഇപ്പുറത്തുള്ളതാണ് ജിയോ സ്റ്റേഷനറി ഓർബിറ്റ്. സോ അതിൻ്റെ റേഞ്ചസ് നമുക്ക് നോക്കാം. ലോ എർത്ത് ഓർബിറ്റ് ഈസ് 500 to 1500 കിലോമീറ്റർ. മീഡിയം എർത്ത് ഓർബിറ്റ് 5000 to 12000 കിലോമീറ്റർ. ജിയോ 36,000 കിലോമീറ്റർ. അതായത് ജിയോ എർത്ത് ഓർബിറ്റ്. ആൻഡ് ഹൈ എർത്ത് ഓർബിറ്റ് ഈസ് എബവ് 36 കിലോമീറ്റർ. സോ നമുക്ക് ഈ പിക്ചറിൽ നമുക്ക് നോക്കാൻ പറ്റും. ലോ എർത്ത് ഓർബിറ്റ് 500 to 1500 കിലോമീറ്റർ. മീഡിയം എർത്ത് ഓർബിറ്റ് 5000 to 12,000 കിലോമീറ്റർ. ആൻഡ് ജിയോ എർത്ത് ഓർബിറ്റ് 36,000 കിലോമീറ്റർ. എബവ് 36,000 കിലോമീറ്റർ ആണ് ഹൈ എർത്ത് ഓർബിറ്റ്. സോ ഫസ്റ്റ് SLV സാറ്റലൈറ്റ് ഏതാണ്? രോഹിണി. അപ്പോൾ SLV കഴിഞ്ഞു. നെക്സ്റ്റ് ASLV, അതായത് ഓഗ്മെന്റഡ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. There are 5 stages. എല്ലാം സോളിഡ് പ്രൊപ്പലൻസ് ആണ്. പ്രൊപ്പലൻസ് മീൻസ് ഫ്യൂവൽസ്. ഹൈറ്റ് ഈസ് 24 മീറ്റർ. വെയിറ്റ് ഈസ് 40 tons. പേലോഡ്, അതായത് കാപ്പബിൾ ഓഫ് വെയിറ്റ് ഈസ് 150 kilograms. ഡെസ്റ്റിനേഷൻ എവിടെയാണ്? അതും ലോ എർത്ത് ഓർബിറ്റ് ആണ്. സോ SLV ആൻഡ് ASLV ബോത്ത് ആർ ഡെസ്റ്റിനേറ്റഡ് ഓൺ ലോ എർത്ത് ഓർബിറ്റ്. നെക്സ്റ്റ് PSLV, പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. വേൾഡ്സ് മോസ്റ്റ് റിലയബിൾ ലോഞ്ച് വെഹിക്കിളാണ് PSLV. എബോവ് 20 years സർവീസ് ഉണ്ട് അതിൽ. ഹിസ്റ്റോറിക് മിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹിസ്റ്റോറിക് മിഷൻ ഈസ് ചന്ദ്രയാൻ 1 ആൻഡ് മാർസ് ഓർബിറ്റ് മിഷൻ. ഇറ്റ് ഹാവ് ബീൻ ലോഞ്ച്ഡ് ഫോർ 19 countries. ഹൈറ്റ് ഈസ് 44 meter. 4 stages ഉണ്ട്. ആ പിക്ചറിൽ അതാണ് കൊടുത്തിരിക്കുന്നത്, ലിക്വിഡ് സോളിഡ് ലിക്വിഡ് സോളിഡ്. So there are 4 stages. Weight is 320 tons. First flight is on 23rd September 1993. Its name is PSLV D1. അതെന്തായിരുന്നു? സക്സസ് ആയിരുന്നില്ല, അത് ഫെയിലിയർ ആയിരുന്നു. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് സാറ്റലൈറ്റ്സിൻ്റെ ഒരു ബോക്സ് ആണിത്. ലോഞ്ചിങ് വെഹിക്കിൾ, സാറ്റലൈറ്റ്, അത് ലോഞ്ച് ചെയ്ത ഡേറ്റ് അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് PSLV C11 Chandrayaan 1. It launched on 22nd October 2008. Next is PSLV 30 AstroSat മിഷൻ എന്ന് പറയും. അതിൻ്റെ ഓർബിറ്റ് ലോ എർത്ത് ഓർബിറ്റിലായിരുന്നു അത് ഡെസ്റ്റിനേറ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇറ്റ് ഇസ് launched on 28th September 2015. Next is PSLV C29 Telios ഫസ്റ്റ് മിഷൻ. അതിൻ്റെ ബ്രാക്കറ്റിലുള്ളത് നമ്മൾ ഏത് ഓർബിറ്റിലാണ് ഡെസ്റ്റിനേറ്റഡ് ചെയ്തിട്ടുള്ളതെന്നാണ്. സോ ലോ എർത്ത് ഓർബിറ്റിലാണ്. ലോഞ്ച് ഡേറ്റ് എന്നിട്ട് 16th December 2015. നെക്സ്റ്റ് ഈസ് PSLV C31 IRNSS, which is Indian Regional Navigation Satellite System 1E, IRNSS 1E. And the date is 20th Jan 2016. PSLV C32 IRNSS 1F. ജിയോ സ്റ്റേഷനറി ഓർബിറ്റിലാണ് ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ലോഞ്ച്ഡ് ഓൺ 10th March 2016. നെക്സ്റ്റ് ഈസ് ഇത് കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ആണ്, ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. PSLV C31 32. നെക്സ്റ്റ് ഈസ് PSLV C33. അതാണ് 35th PSLV. ഇത് ഇമ്പോർട്ടൻറ്റ് സാറ്റലൈറ്റ്സ് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. IRNSS 1G ജിയോ സ്റ്റേഷനറി ട്രാൻസ്ഫർ ഓർബിറ്റിലാണ്, അതായത് എബവ് 36 കിലോമീറ്റർ ഉള്ളത്. അവിടെയാണ് ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ളത് ഓൺ 28th April 2016. നെക്സ്റ്റ് ഈസ് GSLV, ദാറ്റ് ഈസ് ജിയോ സിങ്ക്രണസ് ലോഞ്ച് വെഹിക്കിൾ. അതിൽ 3 സ്റ്റേജസ് ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് സോളിഡ്, സെക്കൻഡ് വൺ ഈസ് ലിക്വിഡ്, തേർഡ് വൺ ഈസ് ക്രിയോജനിക്. ഈ ക്രിയോജൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിയോജനിക് ഫ്യൂവൽസ് ആണ് ക്രിയോജനിക് സ്റ്റേജിൽ യൂസ് ചെയ്യുന്നത്. Those fuels have a higher mass flow rate than fossil fuels. Fossil fuelsനെക്കാളും higher mass flow rate cryogenic fuels ഉണ്ടാവും. And therefore produce more thrust and power. കമ്പഷൻ നടക്കുന്ന സമയത്ത്
more thrust and power. It helps for the upliftment. So GSLV നമ്മൾ ക്രിയോജനിക് സ്റ്റേജ് ആണ്, ക്രിയോജനിക് ഫ്യൂവൽസ് ആണ് തേർഡ് സ്റ്റേജിൽ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇൻസാറ്റ്, അതിന് ഫുൾ ഫോം ഇന്ത്യൻ നാഷണൽ സാറ്റലൈറ്റ് സിസ്റ്റം, അത് യൂസ് ചെയ്യണം. അതിൻ്റെ യൂസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിയോജനിക് മെഷീൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹൈഡ്രജൻ കണ്ടന്റ് ഉണ്ടാവും, ഓക്സിജനേക്കാളും കമ്പസ്റ്റൻ ഉണ്ട്. സോ ഇറ്റ് യൂസ് ടു അപ്ലിഫ്റ്റ്മെൻറ്റ്. ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇൻസാറ്റ് GSLV സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ അഡ്വാൻറ്റേജസ് യൂസസ് വന്നിട്ട് ബ്രോഡ്കാസ്റ്റിംഗ്, ടെലികമ്മ്യൂണിക്കേഷൻ, വെതർ ഫോർകാസ്റ്റിംഗ്. ഓൾസോ ഫോർ റെസ്ക്യൂ, ഫ്ലഡ്, നാച്ചുറൽ ഡിസാസ്റ്റർ ഒക്കെ വരുന്ന സമയത്ത് റെസ്ക്യൂവിനും ഇത് ഹെൽപ്പ് ചെയ്യും. ഇൻഫോർമേഷൻ, ജിയോഗ്രഫിക്കൽ ഇൻഫോർമേഷൻ തരാൻ വേണ്ടിയിട്ടാണ് ഈ സാറ്റലൈറ്റ് യൂസ് ചെയ്യുന്നത്. ടൈപ്സ് ഓഫ് ഇൻസാറ്റ് എന്താണ്? ബ്രോഡ്കാസ്റ്റിംഗ്, ടെലികമ്മ്യൂണിക്കേഷൻ, വെതർ ഫോർകാസ്റ്റിംഗ്. ഇനി ഈ പിക്ചറിൽ നോക്കിക്കഴിഞ്ഞാൽ GSLVക്കും PSLVക്കും ഉള്ള വ്യത്യാസം, എന്തുകൊണ്ടാണ് നമ്മൾ GSLV കുറച്ചുകൂടെ അഡ്വാൻസ് ആണെന്നുള്ളതിൻ്റെ ഒരു പിക്ചറാണിത്. വിസിബിൾ ആണെന്ന് വിചാരിക്കുന്നു. ഇത് എർത്ത്, ഇത് സാറ്റലൈറ്റ്. ഓക്കെ, ഇതും എർത്ത്, ഇത് GSLV, ഇത് PSLV. PSLVയിൽ സാറ്റലൈറ്റ് റൊട്ടേറ്റ് ചെയ്യും. സോ അതുകൊണ്ടാണ് നമ്മൾ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് പോളോ സിങ്ക്രണസ് സാറ്റലൈറ്റ് എന്ന് പറയുന്നത്. കാരണം പോളാർ സിങ്ക്രണസ് സാറ്റലൈറ്റ് റൊട്ടേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് അങ്ങനെ ഉള്ള പേര് വന്നത്. ഇനി GSLVയിൽ ഇവിടെ സാറ്റലൈറ്റ് റൊട്ടേറ്റ് ചെയ്യില്ല. സോ അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് ദ സിഗ്നൽസ് വിൽ നോട്ട് റീച്ച് ദ സാറ്റലൈറ്റ് ഇഫ് ഇറ്റ് റൊട്ടേറ്റ്സ്. റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സിഗ്നൽസ് സാറ്റലൈറ്റിൽ റീച്ച് ചെയ്യില്ല. സോ സാറ്റലൈറ്റ് റൊട്ടേറ്റ് ചെയ്യില്ല. പക്ഷെ ഇവിടെ നേരെ ഓപ്പോസിറ്റ് ആണ്. സോ ഇതാണ് ഇതിൻ്റെ ഡിഫറൻസ്. At present the series are GSAT-ലാണ്. GSAT എന്ന് വെച്ചാൽ ഇന്ത്യസ് ഇൻഡിജീനിയസ്ലി ഡെവലപ്ഡ് കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ആണ് GSAT. അത് ജിയോ സിങ്ക്രണസ് സാറ്റലൈറ്റ്. സോ ഇറ്റ് ഈസ് ഇന്ത്യസ് ഇൻഡിജീനിയസ്ലി ഡെവലപ്ഡ് കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ്. ഫസ്റ്റ് സക്സസ്ഫുൾ ഫ്ലൈറ്റ് ഓഫ് ഇൻഡിജീനിയസ്ലി GSLV D. ഇൻഡിജീനിയസ്ലി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ GSLV D5 ആണ്. ഇറ്റ് പ്ലേസ് സാറ്റലൈറ്റ് ഈസ് GSAT-14. ഒരിക്കൽ കൂടെ പറയാം, സക്സസ്ഫുൾ ഫ്ലൈറ്റ് അതിൻ്റെ പേര് GSLV D5. ഈ GSLV D5ലാണ് ഈ GSAT-14 എന്ന സാറ്റലൈറ്റ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. സോ അത് സക്സസ്ഫുൾ ഫ്ലൈറ്റ് ആയിരുന്നു. സക്സസ്ഫുൾ ഇൻഡിജീനിയസ്ലി ഫ്ലൈറ്റ് എന്ന് പറയാം. സോ നോട്ടബിൾ സാറ്റലൈറ്റ് ഓഫ് GSLV വിച്ച് ഈസ് സക്സസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ എജുസാറ്റ് എഡ്യൂക്കേഷൻ സാറ്റലൈറ്റ് ആണ്. എഡ്യൂക്കേഷൻ പർപ്പസിന് യൂസ് ചെയ്യുന്ന സാറ്റലൈറ്റ് ആണ് എജുസാറ്റ്. The height 49.13 meter, weight is 414.75 tons. First flight is on 18th April 2001. 11 satellites പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിൽ 7 ഫെയിലിയർ ആണ്, 4 സക്സസ് ആണ്. ഇനി ഇമ്പോർട്ടൻറ്റ് മൈൽ സ്റ്റോൺസ് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് PSLV C11 Chandrayaan. So India's first mission to moon was successful from Sriharikota. Above 100 feet from moon, this vehicle is placed and it revolves to. Mission life is 2 years. On May 2009, it revolves above 200 meter. Second one is PSLV C25 Mangalyaan, that is MOM. Full form is Mars Orbit Mission. Launched on November 5th, 2013. ഏത് ഓർബിറ്റിലാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്? ഹൈ എർത്ത് ഓർബിറ്റ്. MOM, India's first interplanetary mission to the planet Mars with an orbit designed to orbit Mars in an elliptical orbit. It has been configured to carry out observation of physical features of Mars. So മാർസിൻ്റെ വെള്ളമൊക്കെ ഉണ്ടെന്ന് നമ്മൾ കണ്ടുപിടിച്ചല്ലോ. മാർസിൻ്റെ ഫിസിക്കൽ ഫീച്ചേഴ്സ് ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഫ്ലൈറ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. It reached Mars orbit during 24th September 2014. MOM is the India's first interplanetary mission. പിന്നെ ISRO is the fourth space agency. First, third, three ഏതൊക്കെയാണ്? First one is Soviet space program, and second is NASA, അമേരിക്കയുടെ. Third is European Space Agency, ESA. And India is the first Asian nation to reach Mars orbit and the first nation in the world
ടു ഡു സോ ഇൻ ഇറ്റ്സ് ഫസ്റ്റ് അറ്റംപ്റ്റ്. അതായത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ സക്സസ്ഫുൾ ആയിട്ട് പ്ലേസ് ചെയ്തിട്ടുള്ളത്. മാർസിൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ സക്സസ്ഫുൾ ആയിട്ട് നമ്മുടെ പ്രോജക്റ്റ് പ്ലേസ് ചെയ്തിട്ടുള്ളത് ഇന്ത്യയാണ്, ഇസ്രോ ആണ്. ആൻഡ് പ്രൊഫസർ U.R. Rao, ഫോർമർ ചെയർമാൻ ഓഫ് ഇന്റർനാഷണൽ ആസ്ട്രോനോട്ടിക്കൽ ഫെഡറേഷൻ, അതായത് IAF. U.R. Rao ആണ് ഫോർമർ ചെയർമാൻ ഓഫ് IAF. On 2016 he got Hall of Fame award by IAF at Mexico. ഗുവാഡലായറയിലുള്ള മെക്സിക്കോയിലുള്ള ഈ പ്ലേസിലാണ് ഹാൾ ഓഫ് ഫെയിം അവാർഡ് കൊടുത്തിട്ടുള്ളത്. ഇറ്റ് ഈസ് awarded by IAF. U.R. റാവുവിനാണ്, പ്രൊഫസർ U.R. റാവുവിനാണ് ഈ അവാർഡ് കിട്ടിയിട്ടുള്ളത്. ഈസ് എ ഫോർമർ ചെയർമാൻ ഓഫ് IAF. ഇനി PSLV C-34. ഇറ്റ് ഈസ് ദ 36th സാറ്റലൈറ്റ്. ആൻഡ് അതിൽ 20 സാറ്റലൈറ്റ്സ് ഉണ്ട്. എല്ലാം സക്സസ്ഫുൾ ആണ്. 2 ഫ്രം കാനഡ, 1 ഫ്രം ചൈന, 13 ഫ്രം US, 1 ഫ്രം ഇന്തോനേഷ്യ, 3 ഫ്രം ഇന്ത്യ. അതിൽ ഇന്ത്യയുടെ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യയിൽ സത്യഭാമ യൂണിവേഴ്സിറ്റി, ചെന്നൈയിലുള്ള സത്യഭാമ യൂണിവേഴ്സിറ്റിയിലുള്ള അവിടുത്തെ സ്റ്റുഡൻസ് ആൻഡ് ഫാക്കൽറ്റീസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സാറ്റലൈറ്റ് ആണ്. അതിന് സത്യഭാമ എന്നുള്ള പേരിട്ടിട്ടുള്ളത്, സത്യഭാമ സാറ്റ്. ആൻഡ് 1 ഫ്രം സ്വയം, പൂനെ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലുള്ള സ്റ്റുഡൻസ് ആൻഡ് ഫാക്കൽറ്റീസ് ഫോം ചെയ്തിട്ടുള്ള സ്വയം എന്ന സാറ്റലൈറ്റ്. ആൻഡ് PSLV C-35, ഇറ്റ് ഈസ് എ 37th ലോഞ്ച്. PSLV C-34 36th ലോഞ്ച് ആണ്. ആൻഡ് PSLV C-35 is 37th ലോഞ്ച്. 8 സാറ്റലൈറ്റ്സ് 2 ഡിഫറെൻറ്റ് ഓർബിറ്റ്സിൽ ഡിപ്ലോയിഡ് ചെയ്തിട്ടുണ്ട്. 2 ഡിഫറെൻറ്റ് ഓർബിറ്റ്സ് ഏതൊക്കെയാണ്? പോളാർ ആൻഡ് സൺ സിങ്ക്രണസ് ഓർബിറ്റ്. ഇറ്റ് ലോഞ്ച്ഡ് ഓൺ 26th September 2016. സാറ്റലൈറ്റ്സ് ബിൽഡ് ചെയ്തിട്ടുള്ള കൺട്രീസ് ഇന്ത്യ, അൾജീരിയ, കാനഡ ആൻഡ് US. ഇതിനും 4 സ്റ്റേജസ് ഉണ്ട്. അപ്പോൾ ഇതാണ് ഇസ്രോനെ കുറിച്ചുള്ള ക്ലാസ്. ഇനി നെക്സ്റ്റ് ക്ലാസ്സിലെ ആറ്റോമിക് എനർജിനെ കുറിച്ച് നോക്കാം. താങ്ക് യു ഫോർ യുവർ പേഷ്യൻസ്. ഓൾ ദി ബെസ്റ്റ്. ഹാവ് എ ഗുഡ് ഡേ.